ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ പച്ചടി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക്, 3 പച്ചമുളക് ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പച്ചമുളക് ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 വലിയ സൈസ് വഴുതനങ്ങ വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞതാണ്. ഉപ്പ് ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഇല്ല, അതിൻ്റെ പകുതി. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. 3 ഉണക്കമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പ്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5-8 അല്ലി ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകണ്ട, ഏകദേശം ഒന്ന് മൂപ്പായി കിട്ടുമ്പോൾ ബാക്കിയുള്ള അരപ്പൊക്കെ നമുക്കില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് ബാക്കി വെച്ച പച്ചമുളകില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ തേങ്ങയും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചിട്ട് അധികം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് നല്ല കട്ടയായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയൊക്കെ ഉള്ള തൈരാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചില ആൾക്കാരൊന്നും ചേർക്കാറില്ല, ഈ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുക. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വഴുതനങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇനി കളറൊന്ന് മാറി വരിക. 1/4 ടീസ്പൂൺ മതിയാവും. കുറച്ച് കറിവേപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴുതനങ്ങയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തപ്പോൾ തന്നെ കറി നല്ലൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.